നമസ്കാരം. ഇന്നൊരു ബേസിക് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഈ ഒരു ചിക്കൻ കറി നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിനായി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം 3 മീഡിയം സൈസ് സവാള ചേർക്കണം. സവാള വഴന്ന് വരുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. ഉപ്പ് ചേർക്കുമ്പോൾ സവാള വേഗത്തിൽ വഴന്ന് കിട്ടും. ഉപ്പ് ചേർത്തതിന് ശേഷം സവാള നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം വഴന്നുകൊണ്ടിരിക്കുന്ന സവാളയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കിയെടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർക്കാം. അതിലേക്ക് 3 മീഡിയം സൈസ്ഡ് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ കാത്തിരിക്കണം. വേഗത്തിൽ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുന്നത് നല്ലതാണ്. നന്നായി ഇളക്കിയെടുക്കാം. ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചാൽ കുറ്റം കുക്കിനായിരിക്കും. അങ്ങനെയല്ലേ? ഓരോ ചേരുവകളും അതിൻ്റെതായ ഒരു സമയത്തിന് ചേർക്കുമ്പോഴാണ് ആ ഒരു കറിയുടെ രുചി കൂടുതൽ മനോഹരമാകുന്നത്, അല്ലേ? തക്കാളി നന്നായി വെന്ത് എണ്ണ തെളിയുന്നത് വരെ ഇളക്കിയെടുക്കാം. പാചകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ക്ഷമ. ഇങ്ങനെയൊക്കെ പറയാൻ നല്ല രസമാണ്, പക്ഷെ കുറച്ച് ക്ഷമ വേണം കറി ഉണ്ടാക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കാം. ഈ മസാലകളെല്ലാം കൂടി ചേരുമ്പോഴാണ് കറിയുടെ യഥാർത്ഥ രുചിയും മണമൊക്കെ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായി കുരുമുളക് പൊടിയും മാഗി ക്യൂബും ഒക്കെ ചേർക്കാം. മാഗി ക്യൂബ് ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം മാഗി ക്യൂബിന് ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടല്ലോ. ചില സ്മെല്ലുകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ഒരു നിമിഷം കൊണ്ട് മനസ്സിനെ എവിടെയൊക്കെയോ കൊണ്ടുപോകും. ഇന്നത്തെ ഈ ചിക്കൻ കറിയിലും ആ ഒരു സ്മെല്ലുണ്ട്. ഈ മണം നിങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന ഒരു സമയമായത്. മസാല നന്നായി മൂത്ത് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അടുക്കള മുഴുവൻ അതിൻ്റെ ഒരു മണമായിരിക്കും. അപ്പോൾ ഇനി ചിക്കൻ ചേർക്കാൻ പറ്റിയ സമയമായിട്ടുണ്ട്. ഇനി ചിക്കൻ ചേർക്കാം. ഇനി ചിക്കൻ ചേർത്ത് മസാല നന്നായി പിടിപ്പിക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് 7 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. 7 മിനിറ്റിന് ശേഷം 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് 25 മുതൽ 30 മിനിറ്റ് വരെ ചിക്കൻ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇനിയും ഇങ്ങനെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാവുന്ന റെസിപ്പികളുമായി വീണ്ടും കാണാം.